ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗം നേതൃമാറ്റം ആവശ്യപ്പെട്ട് ദേശീയ നേതൃത്വത്തെ സമീപിച്ചതോടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി എത്തും മുൻപ് അഭിപ്രായ ഐക്യത്തിന് നീക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇതിനായി ദേശീയ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഭാരവാഹികളെത്തി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെയും ജില്ലാ പ്രസിഡന്റുമാരെയും ദേശീയ കൗൺസിൽ അംഗങ്ങളെയും കണ്ട് അഭിപ്രായം തേടും. RSSന്റെ കേരള ഘടകം നേതൃത്വവുമായി പ്രഹ്ലാദ് ജോഷി അടുത്തയാഴ്ച കൂടിക്കാഴ്ചയും നടത്തും. M.T. രമേശിനെ സംസ്ഥാന പ്രസിഡന്റാക്കണമെന്ന താൽപര്യം കെ. സുരേന്ദ്രനെതിരായി നിലപാടുള്ള നേതാക്കൾ എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ പേരും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ 2026 വരെ കെ. സുരേന്ദ്രൻ തുടരുമെന്നാണ് ഔദ്യോഗിക പക്ഷം അഭിപ്രായപ്പെടുന്നത്. 15-ന് മുൻപ് തന്നെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല. മണ്ഡലം പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതേയുള്ളൂ. 30 ജില്ലാ കമ്മിറ്റികളും രൂപീകരിച്ച് ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിനും ശേഷമേ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയുള്ളൂ. ഫെബ്രുവരി അവസാനത്തോടെയാവും ഈ ചർച്ചകൾ പൂർത്തിയാവുക. എന്നാൽ അതിന് മുൻപ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിക്കാൻ ദേശീയ നേതൃത്വം ഒരുങ്ങുന്നുവെന്ന സൂചനയുമുണ്ട്. സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഭരണാധികാരിക്കെതിരെയും പരാതി ഉയർന്ന സാഹചര്യത്തിൽ മേൽനോട്ടത്തിന് ഇരുപക്ഷത്തിനും താൽപര്യമുള്ള രാജീവ് ചന്ദ്രശേഖർ വന്നേക്കുമെന്നതാണ് നിലവിലെ വിവരം. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിനായി സംസ്ഥാന നേതൃത്വം വലിയ തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് അത്ര താല്പര്യമില്ല സംസ്ഥാന അധ്യക്ഷ പദവി എന്നതാണ് പുറത്തുവരുന്ന മറ്റു വാർത്തകൾ. അതിനുള്ള പ്രധാന കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ വ്യവസായം എല്ലാം തന്നെ കേരളത്തിന് പുറത്തു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന വലിയ ചുമതലയെടുത്ത് ചുമലിൽ വെക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സമയം കേരളത്തിൽ ചെലവഴിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെറിയ രീതിയിലെങ്കിലും ഒരു അതൃപ്തിയുള്ളത്. ആ അതൃപ്തി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് എത്രമാത്രം സാധ്യതയുണ്ട് എന്നുള്ള ചോദ്യം അപ്പോഴും അവിടെ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. അതേസമയം തന്നെ സംസ്ഥാന അധ്യക്ഷന് വേണ്ടിയുള്ള പോർവിളികൾ പരസ്പരം ബി.ജെ.പിക്കുള്ളിൽ വലിയ തരത്തിൽ മുന്നേറുന്നുമുണ്ട്. ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വവുമായി നേരത്തെ കൂടിക്കാഴ്ച നടന്നിരുന്നു. അമിത്ഷായുമായി അവർ സംസാരിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ തിരിച്ചു വരികയും അവർ അതിനെ തുടർന്ന് തനിക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചതായുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള വോട്ടുകളെ സ്വാധീനിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും വന്നത്. അത്തരത്തിലൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്ന സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അടുത്ത സംസ്ഥാന അധ്യക്ഷ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള വാർത്തകളെല്ലാം തന്നെ പ്രചരിച്ചിരുന്നു. ശേഷമായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഉയർന്നു കേട്ടത്. എന്നാൽ അപ്പോഴും M.T. രമേശിന് വേണ്ടിയുള്ള കടുംപിടുത്തം അപ്പോഴും കൃഷ്ണദാസ് പക്ഷം അവിടെ തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് M.T. രമേശിന് വേണ്ടിയുള്ള വാദങ്ങൾ ഉയർത്തി മുന്നോട്ട് വരുന്നുമുണ്ട്. ഇപ്പോഴും ശോഭാ സുരേന്ദ്രന്റെ പേരും M.T. രമേശിന്റെ പേരും അതേസമയം തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും തന്നെയാണ് പരിഗണനാ ലിസ്റ്റിൽ നിൽക്കുന്നത്. എന്നാൽ അതേസമയം കെ. സുരേന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ തൽക്കാലത്തേക്ക് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. സംസ്ഥാന അധ്യക്ഷ പദവി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റും എന്നതാണ്, അല്ലെങ്കിൽ ആ സമയത്തേക്ക് മാറാമെന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന വാദം, അഥവാ അദ്ദേഹത്തിന്റെ പക്ഷക്കാർ ഉന്നയിക്കുന്ന വാദം എന്ന് പറയാം. എന്നാൽ കെ. സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതിന് ശേഷം വലിയ തരത്തിലുള്ള വിമർശനം അദ്ദേഹത്തിന് എതിരെ വരുന്നുണ്ട് എങ്കിൽ പോലും മൊത്തത്തിൽ ബി.ജെ.പിയുടെ കേരളത്തിലെ വളർച്ചയെ പരിഗണിക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടും അടിസ്ഥാന തലത്തിലെ വോട്ടുകളിൽ നേരിയ വ്യത്യാസം ഉണ്ടാക്കാനായിട്ടാണെങ്കിലും ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. അത് സുരേന്ദ്രന്റെ കഴിവിലൂടെയാണ് എന്നതാണ് സുരേന്ദ്രൻ പക്ഷത്തിന്റെ വാദം വരുന്നത്. എന്നാൽ അതേസമയം അത് സുരേന്ദ്രന്റെ കഴിവല്ല. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലങ്ങളിൽ വോട്ടുകൾ വർദ്ധിച്ചത് ശോഭാ സുരേന്ദ്രന്റെ കഴിവുകൊണ്ടാണെന്നും, അതായത് ഓരോ നേതാക്കളിലും അധിഷ്ഠിതമായാണ് അത്തരമൊരു വ്യത്യാസമുണ്ടായതെന്നും, അതല്ലാതെ സുരേന്ദ്രന്റെ വക യാതൊരു സംഭാവനയും അക്കാര്യത്തിൽ ഇല്ല എന്നുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി 2024 ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ തങ്ങൾക്ക് അനുകൂലമായി നിന്നിരുന്ന വോട്ടുകൾ നഷ്ടപ്പെടാനുള്ള കാരണം സുരേന്ദ്രന്റെ എടുത്തുചാട്ടവും സുരേന്ദ്രന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളുമാണ് എന്നുള്ള വിമർശനവും അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി നിർണയം വലിയ തരത്തിലുള്ള എതിർപ്പുകളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി നിർണയവും തീരുമാനവും എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന നഗരപ്രദേശങ്ങളിലെ വോട്ടുകൾ പോലും നഷ്ടമാകാനുള്ള ഇടവരുത്തിയത് എന്നുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം സുരേന്ദ്രൻ എന്തു തന്നെയാണെങ്കിലും രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നിരുന്നു. ഇവയെല്ലാം തന്നെ സുരേന്ദ്രൻ നിസ്സാരമായിക്കൊണ്ടാണ് കൈകാര്യം ചെയ്തത്. ദേശീയ നേതൃത്വം എന്ത് തീരുമാനിക്കുന്നുവോ അതനുസരിച്ച് താൻ പെരുമാറിക്കൊള്ളാമെന്ന ഒറ്റ വാക്കിൽ അത്തരത്തിലുള്ള എല്ലാ വിമർശനങ്ങളെയും പ്രതിഷേധങ്ങളെയും അദ്ദേഹത്തിന് കെട്ടടക്കാനായി സാധിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ആരാണ് സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളതാണ്. അത് സുരേന്ദ്രൻ മാറുമോ അതോ പുതിയ ടീം വരുന്ന സാഹചര്യത്തിൽ ആർക്ക് അനുകൂലമായിരിക്കും നിലപാട് സ്വീകരിക്കുക എന്നുള്ള വലിയ ആകാംക്ഷയിലാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വമുള്ളത്.